നമസ്കാരം. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂർ, മണലൂർ, നാട്ടിക BJP സ്ഥാനാർത്ഥികൾ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. മറ്റത്തൂർ ചുങ്കാലിലെ ഫോട്ടോഗ്രാഫി മ്യൂസിയം ഗ്യാലറിയിൽ ക്രിയേറ്റീവ് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനം നടന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും മ്യൂസിയം ഡയറക്ടറുമായ പ്രവീൺ P. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന് പിന്തുണ നൽകി വിജയിപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി. കൊടുങ്ങല്ലൂർ മണ്ഡലം വെൽഫെയർ പാർട്ടി കൺവെൻഷൻ നടന്നു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം തൃശൂരിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഗരത്തെ ആവേശം കൊള്ളിച്ച റോഡ് ഷോ നടത്തി. കുട്ടനെല്ലൂർ ഹരിപ്പാട് ഇറങ്ങിയ പ്രധാനമന്ത്രി 5 മണിയോടെ തൃശൂർ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചു. ജില്ലാ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ സിനി ഹെറിറ്റേജിന് മുന്നിൽ സമാപിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂർ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, മണലൂർ സ്ഥാനാർത്ഥി CC മുകുന്ദൻ, നാട്ടിക സ്ഥാനാർത്ഥിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നത്. NDA ലക്ഷ്യം വയ്ക്കുന്ന 3 ക്ലാസ് മണ്ഡലങ്ങളെയാണ് പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിച്ച സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായപ്പോൾ പ്രധാനമന്ത്രി പ്രചാരണത്തിന് എത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം തൃശൂരിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിയ ചരിത്രമാണ് മുമ്പുള്ളത്. സുരേഷ് ഗോപി 73,000-ലേറെ ഭൂരിപക്ഷത്തിലാണ് തൃശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ശക്തമായ ത്രികോണ മത്സരമായിരുന്നു തൃശൂരിൽ നടന്നത്. സ്ഥാനാർത്ഥികളായ CPIയുടെ മുൻ മന്ത്രി VS സുനിൽകുമാറും K മുരളീധരനും പരാജയപ്പെട്ടു. മുരളീധരൻ 3ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത്. പ്രധാനമന്ത്രി പാലക്കാട്ടും റോഡ് ഷോ നടത്തിയിരുന്നു. അവിടെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി. മീഡിയ ടൈം തൃശൂർ. മറ്റത്തൂർ ചുങ്കാലിലെ ഫോട്ടോഗ്രാഫി മ്യൂസിയം ഗ്യാലറിയിൽ ക്രിയേറ്റീവ് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനം നടന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും മ്യൂസിയം ഡയറക്ടറുമായ പ്രവീൺ P. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മ്യൂസിയം ക്യൂറേറ്ററും ഫൗണ്ടിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ഉണ്ണി പുളിക്കൽ പ്രദർശനത്തെക്കുറിച്ച് സംസാരിച്ചു. മ്യൂസിയം മാനേജർ ശ്രീനി പുല്ലരിക്കൽ പ്രകൃതിയുടെയും വന്യജീവികളുടെയും അതുല്യ സൗന്ദര്യം ആവിഷ്കരിക്കുന്ന പ്രദർശനത്തിൽ 41 ഫോട്ടോഗ്രാഫർമാരുടെ 52 ചിത്രങ്ങളാണ് ഉള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുത്ത പ്രദർശനത്തിൽ പ്രകൃതിയുടെ വൈവിധ്യവും സൗന്ദര്യവും കാണികൾക്ക് പുതുമയാർന്ന ദൃശ്യാവിഷ്കാരമായി. വനാന്തരങ്ങളിലെ അപൂർവ കാഴ്ചകൾ, പക്ഷികളുടെ സ്വാഭാവിക പെരുമാറ്റങ്ങൾ, വന്യജീവികളുടെ ജീവിത ചക്രത്തിലെ അതുല്യ നിമിഷങ്ങൾ, പച്ചപ്പിന്റെ സമൃദ്ധി, ജലാശയങ്ങളുടെ ശാന്തത, മലനിരകളുടെ മഹത്വം എന്നിവയെ ഈ ചിത്രങ്ങൾ അതീവ മനോഹരമായി പകർത്തിയിരിക്കുന്നു. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഈ പ്രദർശനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. കലാസാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ മുരളി മോഹൻ, ഉദയൻ ബാലൻ, VK കാസിം, സുനിൽ കൂഴൂർ, ആദിത്യ കൃഷ്ണ, S. മേനോൻ, ഡോക്ടർ KM ആനന്ദ്, നാഗരാജ് S., വിനോദ് S. പിള്ള, നിതീഷ് നാരായണൻ, നീല കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം തൃശൂർ. മാള നെയ്തക്കുടി ജനശക്തി പുരുഷ സ്വയം സഹായ സംഘം വാർഷികം ആഘോഷിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൂർത്തീകരിക്കുന്ന ജനശക്തി പുരുഷ സഹായ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. കാരണം എന്ന് വെച്ചാൽ 25 വർഷത്തെ കൂട്ടായ്മ, ആ കൂട്ടായ്മ സമൂഹത്തിന് എന്തുമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്, എന്തിനാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അവര് നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സംഘമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാകായിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനശക്തി പുരുഷ സഹായ സംഘമാണ്. അതോടൊപ്പം തന്നെ ഇനിയും അവര് നല്ല രീതിയിൽ ഈ 25ാം വർഷത്തോടനുബന്ധിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംഘം പ്രസിഡന്റ് VS ശിവകുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, സെലിൻ ജെയിംസ്, VB ചന്ദ്രൻ, ജയശ്രീ സുധീഷ്, MS അശ്വതി, സാബു പോൾ, സോയി കോലഞ്ചേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വടംവലി മത്സരം നടന്നു.
കൊടുങ്ങല്ലൂരിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന് പിന്തുണ നൽകി വിജയിപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി. കൊടുങ്ങല്ലൂർ മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം KK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. തീരദേശവാസികളെ, മലയോരവാസികളെ, കൃഷിക്കാരെ, വ്യാപാരികളെ, പ്രവാസികളെ, സ്ത്രീകളെ, രോഗികളെ, കർഷകരെ, മത്സ്യത്തൊഴിലാളികളെ, ഭൂരഹിതരെ, ആദിവാസികളെ, ദളിതരെ, ന്യൂനപക്ഷങ്ങളെ, ഇങ്ങനെ ഓരോ വിഭാഗങ്ങളെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ സർക്കാർ ദ്രോഹിക്കാത്ത ഒരു ജനവിഭാഗവും ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്കറിയാം. പിന്നെ പട്ടും വളയും കൊടുത്തിട്ടുണ്ട് ചിലർക്ക്, അത് നമുക്കറിയാം. അത് ആർക്കാണ് കൊടുക്കുക, അതിനെന്താണ് വേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് ഈ സർക്കാരിൽ നിന്ന് കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ്. അതിനാൽ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെന്ന് വളരെ വ്യക്തമായ ഒരു സൂചന കേരളത്തിൽ പ്രകടമായി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മെയ് അടുത്ത മാസം 9-ാം തീയതി അത് കേരളം 10 വർഷത്തിന്റെ ഈ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിച്ചതിന്റെ തിരിച്ചടി എപ്രകാരമാണ് നൽകേണ്ടത് എന്ന് കേരളം അന്ന് തീരുമാനിക്കും. മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് പട്ടേപ്പാടം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് EA മുഹമ്മദ് റഷീദ് നയപ്രഖ്യാപനം നടത്തി. FITU ജില്ലാ സത്താർ അന്നമനട, സയ്യിദ് മുഹമ്മദ് അലി, റസിയ നാസർ, DCC സെക്രട്ടറി VA അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം ആലയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ആല 26-ാം കല്ലിന് സമീപം താമസിക്കുന്ന കാട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ പ്രിയേഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:30 ആല ക്ഷേത്രത്തിന് മുൻവശത്ത് വെച്ച് 2 വീലറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 വീലർ യാത്രക്കാരനായ പ്രിയേഷാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂർ, മണലൂർ, നാട്ടിക BJP സ്ഥാനാർത്ഥികൾ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. മറ്റത്തൂർ ചുങ്കാലിലെ ഫോട്ടോഗ്രാഫി മ്യൂസിയം ഗാലറിയിൽ ക്രിയേറ്റീവ് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനം നടന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും മ്യൂസിയം ഡയറക്ടറുമായ പ്രവീൺ P. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന് പിന്തുണ നൽകി വിജയിപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി. കൊടുങ്ങല്ലൂർ മണ്ഡലം വെൽഫെയർ പാർട്ടി കൺവെൻഷൻ നടന്നു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.